യെസ് ഡോക്ടർ പ്രഭാകരൻ. ആ പറയൂ, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. താനും കാട്ടുന്നോ? ആ മനസ്സിലായി. വ്യാസ ഫാർമസി അല്ലേ? പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളുടെ പൂക്കുല ലേഹ്യവും കേശ സമൃദ്ധിനിയും ഒക്കെ ഒന്ന് തിരിച്ചെടുത്ത് ഞങ്ങളുടെ അലമാര ഒന്ന് ഒഴിച്ചു തന്നാ ഉപകാരമായി. കുറെ കാലമായിട്ട് വെറുതെ സ്ഥലം മെനക്കെടുത്തു പോവാ. വിൽപ്പന കുറവാണല്ലേ? കുറവെന്നല്ല, തീരെ ഇല്ല. പിന്നെ നമ്മുടെ ആ ഊർജ 35 എങ്ങനെയുണ്ട്? ആ പെട്ടി പൊട്ടിച്ചതേ ഇല്ല. എന്താണെന്നറിയില്ല, ഡോക്ടറുടെ കമ്പനിയുടെ പ്രോഡക്ട്സിനോട് കസ്റ്റമേഴ്സിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഓ ബിസിൽ പഠിക്കുന്നില്ല പണ്ടാരം. ബിസില് അതിവിടെ പണ്ടാരം ഇവിടെ പറഞ്ഞാ. അതെ, ഞാനത് വേണ്ട പോലെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പ്രോഡക്റ്റ് വിൽക്കാന്ന് വെച്ചാൽ അവന്മാരുടെ ജോലിയാണ്. ചുമ്മാ STD ഇങ്ങോട്ട് വിളിച്ചു ചെലവാകുന്നില്ല എന്ന് പറയാൻ ഞാൻ എന്നാ വാഴ കഴിയാനാ? ഓ അമ്മുക്കുട്ടി, എന്താ നമ്മളിന്ന് സ്കൂൾ ബസ് നേരത്തെ വന്നു? പിന്നെ അച്ഛൻ മോള് വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയോ? സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല. ആ അങ്ങനെയാണെ പറ, ഇന്ന് മോടെ ടെസ്റ്റ് എങ്ങനെ ഇരുന്നു? മിടുക്കി. അമ്മുക്കുട്ടി അച്ഛന്റെ അടി വാങ്ങി. എന്താ അച്ഛൻ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് മോള് കഴിക്കാത്തെ? ആ ഇനി മറക്കാൻ പാടില്ല കേട്ടോ. ടൈം പീസ് പിന്നെ എന്തോ പറഞ്ഞു? ആ പോയി മോളെ, മീശപ്പൂവൻ പോയി. അയ്യോ, ഇനി എപ്പോഴാ വരിക? അയ്യോ എന്റെ പൊന്നു മോളെ, നീ അതൊന്നും ചോദിച്ച് അച്ഛനെ വിഷമിപ്പിച്ച് കളയല്ലേ. ഇവിടുന്ന് പറഞ്ഞയച്ചതിന്റെ പാട് തന്നെ അച്ഛനെ അറിയത്തുള്ളൂ. അല്ലേ നിന്റെ തള്ള ഒരുത്തിയുണ്ട്, അവളെങ്കിലും അത് മനസ്സിലാക്കണം. മമ്മി ഹോസ്പിറ്റലിൽ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. എന്തോന്ന്? മമ്മിയെ തള്ളേന്ന് വിളിച്ചത് അച്ഛൻ വിളിച്ചില്ലല്ലോ. പിന്നെ ഇപ്പം വിളിച്ചതാ. മമ്മിയെ തള്ളേന്ന് വിളിക്കാൻ നേരത്തല്ലേ മോള് പറഞ്ഞ വിളിച്ചാ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. ഓ ഇന്ന് മലക്കറികളൊന്നും വേണ്ടേ? ആ ഇന്നിനി ഒന്നും വേണമെന്നില്ല. ഓ അച്ഛാ, ഓ ഒരു കാര്യം തന്നില്ല. എന്താ മോളെ? ഓ മമ്മിയെ അച്ഛൻ തള്ളേന്ന് വിളിച്ചിട്ടില്ല. പ്രഭാകര. ഓ എത്തി. നീ ഇതവിടെ എന്തോ ചെയ്യുവാ? അല്ല അച്ഛൻ എന്താ വേണ്ടേ? ഓ മണി 4 കഴിഞ്ഞു. ഓ ചായ കിട്ടിയില്ലായിരിക്കും. അല്ല അറിയാൻ മേലായിട്ട് ചോദിക്കുക, അച്ഛൻ അങ്ങോട്ട് വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? രാവിലെ തുടങ്ങിയ പണിയാ, ഇതുവരെ മൂടറിപ്പിച്ചുള്ള തിരുന്നിട്ടില്ല. ഒരു വേലക്കാരി ഇല്ലാന്ന് മനുഷ്യനെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് ഒഴുകിയരുത്. അതിന് ജോലിക്കാരെ പറഞ്ഞു വിട്ടേ ഞാനല്ലോ, നിന്റെ ഭാര്യയല്ലേ? അതിനാരാ കാരണക്കാരൻ? അതിന് കാരണക്കാരൻ വെള്ളിയണ്ണൻ. അല്ലാതെ അഭിനന്ദന എന്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നേ? അയ്യോ, നിന്റെ ഭാര്യയെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? എടാ, വെള്ളിയണ്ണൻ ചോദിക്കുന്നതല്ല അപ്പം വെച്ചു വിളമ്പി കൊടുത്താ നിന്റെ ഭാര്യ എന്നല്ല, ഏത് പെണ്ണാണേലും ജോലിക്കാരത്തെ പറഞ്ഞയക്കും. ഏതായാലും പണത്തിലവന് കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടില്ല. എടാ, ജലജയുടെ കല്യാണക്കാര്യം നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് വെളിയണ്ണൻ അവിടെ ചെന്നപ്പോഴേ മനസ്സിലായി കാണും. ചൊറിയുന്ന വർത്താനം ഇപ്പൊ പറയരുത്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തിട്ട് ഓ എന്താ മോളെ? അതെ വരുന്നു. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ കിടന്ന എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റുകയല്ല. ഞാൻ ഇന്ന് തന്നെ പോയി ആ വേലക്കാരി ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്താ അത് തീരുമാനിക്കേണ്ടത് നീ അല്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ? ഇതാരപ്പാ? വല്യച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്ക? കൊച്ചുമോൻ സഹോദരനോടെ പോയിരിക്കുക. അവിടെ ഇല്ലല്ലോ, ഞാൻ അവിടുന്നാ വരുന്നത്. ഇന്ന് രാവിലെ അങ്ങോട്ട് പോയത്. ഹലോ, 3-4 തവണ വരുന്നത് കണ്ടു. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇല്ല, നേരിട്ട് കാണേണ്ട കാര്യമാ. ഭൂമിപതേതിരം അഞ്ചിതാപം ജയിക്കണം, ദേവദേവനെന്നും ഭൂമൗ ജഗസൗഖ്യം വളർത്തണം. പൊന്നമ്പുരാനെ, ശ്രീപത്മനാഭ, അമ്മേ നീ തിരുമനസിന്റെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. എന്റെ ഭഗവതി, വിധി വെച്ചോ? ചേട്ടാ, അപ്പൂപ്പൻ വൈദ്യശാലയും തുറന്നു. അപ്പൊ കുറഞ്ഞത് 2 മാസത്തേക്ക് ഇവിടുന്ന് പടിയിറങ്ങുന്ന ലക്ഷണമില്ല. നീ എവിടെന്നെങ്കിലും പലിശയ്ക്ക് കുറച്ച് പണം കിട്ടുമെന്ന് അന്വേഷിക്കും. കൊല്ലണം ഇവള നീ, പല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ചെറുതൊരു ഞാണൊലി ചെയ്തു. രാമനിൽ എല്ലാ ലോകവും ഒന്നു വിറച്ചാൽ അതു നേരം.
ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി ചരിക വേഗത്തോട് ഡോക്ടറെ ഒന്ന് കാണണം. ആയുർവേദമോ അലോപ്പതിയോ? ഏതാ നല്ലത്? സാവകാശമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആയുർവേദമാണെങ്കിൽ സമയമെടുക്കും, അലോപ്പതി ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. ആയുർവേദ ഡോക്ടർ എന്റെ മോന പ്രഭാകരൻ, അലോപ്പതി അവന്റെ ഭാര്യ ഡോക്ടർ ഹേമലത. അലോപ്പതി മതി. അതെ, ഡോക്ടർ ഹേമലത ഒരു ദിവസം 10 രോഗികളിൽ കൂടുതൽ നോക്കാറില്ല. ജില്ലാശുപത്രിയിലെ ജോലി കഴിഞ്ഞ് അവൾ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ഇന്നത്തേക്കുള്ള 10 കൂപ്പണും കൊടുത്തുപോയി. ആയുർവേദം മതിയെങ്കിൽ ധാരാളം ഉണ്ട്. വേണ്ട, ഞങ്ങൾ നാളെ വന്ന് കണ്ടോളാം. ആ ഈ കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോട് അച്ഛൻ എന്തിനാ കുടുംബബന്ധം വളമാൻ പോകുന്നേ? ശരിയായ ബന്ധം പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഞാൻ ഈ വരാന്ത വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഇരുന്ന് വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു അന്യനാണെന്ന് ആളുകൾ വിചാരിക്കും. ആരാ ഇരിക്കാൻ പറയുന്നേ? ഇരിപ്പ് അധ്വാനം കണ്ടെത്തൊന്നും അച്ഛനാണെങ്കിൽ കുടുംബത്തിലെ ചെലവ് മുഴുവൻ നടത്തുന്നു. കുത്തി കുത്തി വല്ലതുണ്ടാക്കി ഇലിലല്ലേ കയറ്റി വെക്കുന്നേ? അച്ഛാ, ഈ കുടുംബത്തിന് വേണ്ടി 5 പൈസ ചെലവാക്കാറുണ്ടോ? 5 പൈസ. പിന്നെ നീയാ ചെലവാക്കുന്നേ? എടാ, 18ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതായി തൊഴില്. നീയും നിന്റെ ഭാര്യയും മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞാൻ ഈ നാഴിക മണികളെ ചികിത്സിക്കുന്നു. നിന്റെ പേരിന്റെ മുമ്പിലുള്ള എനിക്കില്ല അത്ര. അതൊക്കെ പോട്ടെ. ഈ വരുന്ന രോഗികളോടൊക്കെ എന്തിനാ ആയുർവേദത്തിന്റെ ടോക്കൺ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടെന്ന് പറയുന്നേ? ചെലവാകണേ ചെലവാകട്ടെ എന്ന് വെച്ചാ ഇന്ന് ചെലവായത് എത്ര അറിയാവൂ? 2. എന്താ കാര്യം? ബുദ്ധിയുള്ളവർ മാത്രമേ ആയുർവേദത്തിന് വരത്തുള്ളൂ. ബുദ്ധിയുള്ള ആൾക്കാർ നാട്ടിൽ കുറവാ, ഈ വീട്ടിലും. വരും വരും. നമസ്കാരം. സോറി, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. ഇപ്പൊ വരാം. അതായത് രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും ചേർന്നുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ. മുഖക്കുരുവോ? മുഖക്കുരു മാത്രമല്ല, ഏത് കുരുവിന്റെ പാടും മാറും. ഞാനല്ലേ പറയുന്നേ. പിന്നെ മാർക്കറ്റിന്റെ കാര്യമുണ്ടല്ലോ, അത് താനൊന്ന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. എന്നാ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. എടോ, കേശ സമൃദ്ധിനിയിലും ഊർജ 35-ലും നമുക്ക് വന്ന മിസ്റ്റേക്കിന് വരാൻ പാടില്ല. ഗോദ്രേജിനോ? കൊടുക്കാം. കൊടുത്തോ? എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് അതുപോലൊന്നുമല്ല. പേരോ? പേര് മുഖശ്രീ. എങ്ങനുണ്ട്? സമ്മതിച്ചേ? പേരിനൊക്കെ തകർക്കും സാധനം. ഇന്നാണ് ഫോർമുല ഒന്ന് ഓക്കെ ആയത്. സാമ്പിളായ ഉടനെ അവിടെ എത്തിക്കുന്നു. അതൊക്കെ പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവിടെ നല്ല മഴയൊക്കെ ഉണ്ടോ? ഹലോ ഹലോ. കട്ടായി. 3-ാമത്തെ തവണയാണ്. ആരോടായിരുന്നു ഈ കത്തി? ലവനെ, നമ്മുടെ രാമേന്ദ്രൻ. ഏത് രാമേന്ദ്രൻ? എന്റെ കൂടെ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന രാമേന്ദ്രനില്ലേ, അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നേരെ ബോംബെക്ക് ചാടി. ഇപ്പൊ അവിടെ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലെ 5 ശമ്പളം വാങ്ങിക്കുന്ന മീഡിയ എക്സിക്യൂട്ടീവാ. കൂട്ടുകാരന് ബുദ്ധിയുണ്ട്. ആയുർവേദത്തിന്റെ പുറകെ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അല്ലാതെ ഇവിടുത്തെ പോലെ റിസർച്ച്. നിർത്ത്. നീ പരത്തത് പോയി ചായ കുടിക്കും. ഇന്ന് ഞാൻ ഏലക്കായൊക്കെ സ്പെഷ്യൽ ടീ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഈ രാമേന്ദ്രനുമായിട്ട് എന്താ ഏർപ്പാട്? രാമേന്ദ്രനോടുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇതില്ലേ, ഏത്? മുഖശ്രീ ഫേഷ്യൽ ക്രീം, അതിന്റെ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച്. ഈ പൂക്കുല ലേഹ്യത്തിന്റെയും കേശ സമർത്ഥിനിയുടെ ഒക്കെ കട അടച്ച് തീർത്തിട്ട് പോരെ മുഖശ്രീ? ബിസിനസ് ആവുമ്പോൾ ജയവും പരാജയവും ഒക്കെ സാധാരണമാണ്. ഇങ്ങനെ ഓരോന്ന് ചെയ്തല്ലേ നമ്മൾ പഠിക്കുന്നേ. ഗോദ്രേജ് പോലൊരു കമ്പനി വിൽപ്പന ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഖശ്രീ മാർക്കറ്റ് കീഴടക്കും. അതെനിക്ക് ഉറപ്പാ. മുഖശ്രീയിലൂടെ നമ്മൾ നമ്മുടെ സർവ്വ ബാധ്യതയും തീർക്കും. രാമേന്ദ്രൻ കടുവറടാമോനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോംബെക്ക് വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നാണ് അവരൊന്ന് സമ്മതിച്ചു കിട്ടിയത്. അപ്പൊ ബോംബെക്ക് STD വിളിച്ച്? STD അല്ലാതെ ലോക്കൽ വിളിച്ച ബോംബെ കിട്ടത്തില്ലല്ലോ. അതുകൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോൺ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് നാളെയാ. അതെ, ഞാനും അക്കാര്യം നിന്നെ ഒന്ന് ഓർമ്മിക്കണം വിചാരിച്ചതാ. ഇത്തവണ പ്രഫലനം അടച്ചാ മതി. ഞാനെങ്ങനെ അടയ്ക്കാനാ? ഈ മാസം എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു എന്നുള്ളത് അറിയാൻ പാടില്ലേ? ഇത് കേട്ടാ തോന്നും മറ്റു മാസങ്ങളിലൊക്കെ പേഷ്യൻസിന്റെ തിരക്കായിരുന്നു എന്ന്. ഞാനല്ലല്ലോ STD വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നത്. ഫോൺ ബില്ലും വീട്ടു ചെലവും ബാങ്കുകാരുടെ കടവും എല്ലാം കൂടി നോക്കാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. ഇനി മുതൽ വിളിക്കുന്നവരെന്നെ അടച്ചാ മതി. എന്താ ബില്ല്? 1200.